നമസ്കാരം. ശ്രീസ് ലേണിംഗിൻ്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 2025 കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. ഈ 2026 ഡിസംബർ വരെ ധാരാളം എക്സാമുകൾ PSC നടത്തുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന ഈ എക്സാമുകൾക്കൊക്കെ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 2025 ഓഗസ്റ്റിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേന കപ്പലുകൾ ഏതൊക്കെയാണ്? INS ഉദയഗിരിയും INS ഹിമഗിരിയുമാണ്. അപ്പോൾ INS ഉദയഗിരിയും INS ഹിമഗിരിയും 2025 ഓഗസ്റ്റിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ നാവികസേന കപ്പലുകളാണ്. അപ്പോൾ ഇന്ത്യയുടെ നാവികസേന കപ്പലുകളാണ് INS ഉദയഗിരിയും INS ഹിമഗിരിയും. ഇത് 2025 ഓഗസ്റ്റിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉന്മൂല ഭീഷണി നേരിടുന്ന തെക്കൻ ദ്വീപ് രാജ്യമാണ് വനൗതു. ഏതാണ്? വനൗതു. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉന്മൂല ഭീഷണി നേരിടുന്ന തെക്കൻ ദ്വീപ് രാജ്യമാണേത്? വനൗതു. കേരളത്തിലെ ആദ്യത്തെ AI ക്ലാസ്മേറ്റ് റോബോട്ട് ഏതാണ്? മിയയാണ് കേരളത്തിലെ ആദ്യത്തെ AI ക്ലാസ്മേറ്റ് റോബോട്ട്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ AI ക്ലാസ്മേറ്റ് റോബോട്ട് ഏതാണ്? മിയ. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 4ാമത് സാഹിത്യ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അംബികാസുധൻ മങ്ങാടിനാണ്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 4ാമത് സാഹിത്യ അവാർഡ് ലഭിച്ചത് അംബികാസുധൻ മങ്ങാടിനാണ്. നോവൽ അല്ലോഹലൻ. ഇത് 2025 2025 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 4ാമത് സാഹിത്യ അവാർഡ് ലഭിച്ചത് അംബികാസുധൻ മങ്ങാടിനാണ്. നോവൽ അല്ലോഹലൻ. ഓസ്ട്രേലിയയുടെ ടൂറിസം പദ്ധതിയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരിയാണ് സാറ ടെണ്ടുൽക്കർ. ആരാണ്? ഓസ്ട്രേലിയയുടെ ടൂറിസം പദ്ധതിയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരിയാണ് സാറ ടെണ്ടുൽക്കർ. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 4ാമത് സാഹിത്യ അവാർഡ് ലഭിച്ചത് അംബികാസുധൻ മങ്ങാടിനാണ്. അതിന് അദ്ദേഹത്തെ അർഹമാക്കിയ നോവൽ ഏതാണ്? അല്ലോഹലൻ. ഓസ്ട്രേലിയയുടെ ടൂറിസം പദ്ധതിയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരിയാണ് സാറ ടെണ്ടുൽക്കർ. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടി 2025 വേദിയായത് ചൈനയിലെ ടിയാൻജിനിൽ. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടി 2025 നടന്നത് എവിടെയാണ്? ചൈനയിലാണ്. ചൈനയിലെ ടിയാൻജിനിലാണ്. 2025 വനിതാ കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീട ജേതാക്കൾ ബ്രസീലാണ്. 2025 വനിതാ കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ്? ബ്രസീൽ. അപ്പോൾ ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടി 2025 നടന്നത് എവിടെയാണ്? ചൈനയിലാണ്. ചൈനയിലെ ടിയാൻജിനിലാണ്. 2025 വനിതാ കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ്? ബ്രസീൽ. കൃത്രിമ മഴയുടെ സഹായത്താൽ 20 വർഷത്തിന് ശേഷം പൂർണ്ണമായി നിറയ്ക്കാൻ ഒരുങ്ങുന്ന രാംഗഡ് ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിലെ ജയ്പൂരിലാണ് രാംഗഡ് ഡാം. അപ്പോൾ രാംഗഡ് ഡാം എവിടെയാണ്? ജയ്പൂർ, രാജസ്ഥാൻ. കൃത്രിമ മഴയുടെ സഹായത്താൽ 20 വർഷത്തിന് ശേഷം പൂർണ്ണമായി നിറയ്ക്കാൻ ഒരുങ്ങുന്ന രാംഗഡ് ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിലെ ജയ്പൂരിലാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വ്യക്തി അമിത്ഷായാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ട് ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വ്യക്തി. നമുക്ക് ഈ പഠിച്ച കാര്യങ്ങളൊന്ന് നോക്കാം. 2025 ഓഗസ്റ്റിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേന കപ്പലുകൾ ഏതൊക്കെയാണ്? INS ഉദയഗിരിയും INS ഹിമഗിരി. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉന്മൂല ഭീഷണി നേരിടുന്ന തെക്കൻ ദ്വീപ് രാജ്യം ഏതാണ്? വനൗതു. മിയ എന്താണ്? മിയ
കേരളത്തിലെ ആദ്യത്തെ AI ക്ലാസ്മേറ്റ് റോബോട്ടാണ് ഇത് മിയ. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 4ാമത് സാഹിത്യ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അംബികാസുധൻ മങ്ങാടിനാണ്. നോവൽ അല്ലോ ഹലൻ. ഓസ്ട്രേലിയയുടെ ടൂറിസം പദ്ധതിയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ആരാണ്? സാറ ടെണ്ടുൽക്കർ. ഷാങ്ഹായി സഹകരണ സംഘടനയുടെ ഉച്ചകോടി 2025 വേദിയായത് എവിടെയാണ്? ചൈനയിലാണ്. ചൈനയിലെ ടിയാൻജിനിലാണ്. 2025 വനിതാ കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീട ജേതാക്കൾ ബ്രസീൽ. കൃത്രിമ മഴയുടെ സഹായത്താൽ 20 വർഷത്തിന് ശേഷം പൂർണ്ണമായി നിറയ്ക്കാൻ ഒരുങ്ങുന്ന രാംഗഡ് ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ ജയ്പൂരിൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് അമിത് ഷാ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മുതിർന്ന പൗരന്മാർ നേരിടുന്ന പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സമഗ്ര പദ്ധതി. അപ്പോൾ മുതിർന്ന പൗരന്മാർ നേരിടുന്ന പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി സാമൂഹികനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സമഗ്ര പദ്ധതിയാണ് വയോരക്ഷാ പദ്ധതി. വയോരക്ഷ. അപ്പോൾ മുതിർന്ന പൗരന്മാർ നേരിടുന്ന പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായിട്ട് സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സമഗ്ര പദ്ധതി ഏതാണ്? വയോരക്ഷാ പദ്ധതി. നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സാംസ്കാരിക വകുപ്പിന്റെ PK കാളൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാനാണ്. അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാനാണ്. അദ്ദേഹം തെയ്യം കലാകാരനാണ്. തെയ്യം കലാകാരനായ അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാനാണ് PK കാളൻ പുരസ്കാരം ലഭിച്ചത്. നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സാംസ്കാരിക വകുപ്പ് നൽകുന്ന പുരസ്കാരമാണ് PK കാളൻ പുരസ്കാരം. അപ്പോൾ എന്താണ്? നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സാംസ്കാരിക വകുപ്പ് നൽകുന്ന അവാർഡാണ് ഏത്? PK കാളൻ പുരസ്കാരം. ഈ PK കാളൻ പുരസ്കാരം ആർക്കാണ് 2025 ലഭിച്ചത്? അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാനാണ്. അദ്ദേഹം ഒരു തെയ്യം കലാകാരനാണ്. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് ലഘുഭക്ഷണവും ഊണും ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്കൂഫെ. ഏതാണ്? സ്കൂഫെ പദ്ധതി. അപ്പോൾ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് ലഘുഭക്ഷണവും ഊണും ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണേത്? സ്കൂഫെ പദ്ധതി. അപ്പോൾ സ്കൂഫെ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണേത്? സ്കൂഫെ പദ്ധതി. അതിക്രമങ്ങൾക്കിരയാവുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്നേഹിത. അപ്പോൾ ഈ സ്നേഹിത എന്ന പദ്ധതിയും ആരുടേതാണ്? കുടുംബശ്രീയുടെ പദ്ധതിയാണ്. ഏത്? സ്നേഹിത എന്ന പദ്ധതിയും. അപ്പോൾ അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ തന്നെ ഒരു പദ്ധതിയാണ് ഏത്? സ്നേഹിത. അപ്പോൾ കുടുംബശ്രീയുടെ തന്നെ പദ്ധതിയാണ് ഏത്? സ്കൂഫെ പദ്ധതിയും ആരുടേതാണ്? കുടുംബശ്രീയുടേതാണ്. അതെന്താണ്? സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് ലഘുഭക്ഷണവും ഊണും ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് ഏത്? സ്കൂഫെ പദ്ധതി. മറ്റൊരു കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്നേഹിത. അത് അതിക്രമങ്ങൾക്കിരയാവുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ മറ്റൊരു പദ്ധതിയാണ് ഏത്? സ്നേഹിത എന്ന പദ്ധതി. അടുത്തിടെ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യമാണ് ഓസ്ട്രേലിയ. അപ്പോൾ ഓസ്ട്രേലിയയിൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഓസ്ട്രേലിയയാണ്. പേവിഷമുക്തം എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. അപ്പോൾ പേവിഷമുക്തം എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനമേത്? ഗോവ. അപ്പോൾ പേവിഷ മുക്തം എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 പ്രഖ്യാപിച്ചത് 2025ലാണ്. അപ്പോൾ 73ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 പ്രഖ്യാപിച്ചതെന്നാണ് 2025ലാണ്. അതിലെ മികച്ച സിനിമയാണ് 12th ഫെയിൽ. ഏതാണ്? 12th ഫെയിൽ എന്ന മികച്ച സിനിമ ഏതായിട്ടാണ് തിരഞ്ഞെടുത്തത്? 12th ഫെയിൽ എന്ന സിനിമയാണ്. സംവിധായകൻ
വിനു വിനോദ് ചോപ്ര. അപ്പോൾ 12th ഫെയിൽ എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? വിനു വിനോദ് ചോപ്ര. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്തത് 12th ഫെയിലാണ്. സംവിധാനം വിനു വിനോദ് ചോപ്ര. അതിൽ മികച്ച നടന്മാരായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയുമാണ്. ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസെ. അപ്പോൾ ഷാരൂഖ് ഖാൻ ഏത് സിനിമയാണ്? ജവാൻ എന്ന സിനിമയും വിക്രാന്ത് മാസി 12th ഫെയിൽ എന്ന സിനിമയുമാണ്. അപ്പോൾ 12th ഫെയിലാണ് ഏറ്റവും മികച്ച സിനിമയായിട്ട് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിലെ അഭിനയത്തിനാണ് വിക്രാന്ത് മാസിയെ മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത്. ഈ 12th ഫെയിലിന്റെ സംവിധായകനാണ് വിനു വിനോദ് ചോപ്ര. ഷാരൂഖ് ഖാനെ ജവാൻ എന്ന സിനിമയിലാണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിൽ മികച്ച നടിയാണ് റാണി മുഖർജി. അപ്പോൾ മികച്ച നടി ആരാണ്? റാണി മുഖർജി മിസസ് ചാറ്റർജി വേഴ്സ് നോർവേ എന്ന സിനിമയിലാണ്. മിസസ് ചാറ്റർജി വേഴ്സ് നോർവേ. അപ്പോൾ മികച്ച നടൻ ആരാണ്? 71ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 മികച്ച നടന്മാരായിട്ട് തിരഞ്ഞെടുത്തത് ഷാരൂഖ് ഖാനെയും വിക്രാന്ത് മാസിയുമാണ്. മികച്ച സിനിമ 12th ഫെയിലാണ്. സംവിധാനം വിനു വിനോദ് ചോപ്ര. മികച്ച നടി ആരാണ്? റാണി മുഖർജിയാണ് മികച്ച നടി. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 പ്രഖ്യാപിച്ചത് 2025ലാണ്. അപ്പോൾ 73ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 പ്രഖ്യാപിച്ചതെന്നാണ് 2025ലാണ്. അതിലെ മികച്ച സിനിമയാണ് 12th ഫെയിൽ. ഏതാണ്? 12th ഫെയിൽ എന്ന മികച്ച സിനിമ ഏതായിട്ടാണ് തിരഞ്ഞെടുത്തത്? 12th ഫെയിൽ എന്ന സിനിമയാണ്. സംവിധായകൻ വിനു വിനോദ് ചോപ്ര. അപ്പോൾ 12th ഫെയിൽ എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? വിനു വിനോദ് ചോപ്ര. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്തത് 12th ഫെയിലാണ്. സംവിധാനം വിനു വിനോദ് ചോപ്ര. അതിൽ മികച്ച നടന്മാരായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയുമാണ്. ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസെ. അപ്പോൾ ഷാരൂഖ് ഖാൻ ഏത് സിനിമയാണ്? ജവാൻ എന്ന സിനിമയും വിക്രാന്ത് മാസി 12th ഫെയിൽ എന്ന സിനിമയുമാണ്. അപ്പോൾ 12th ഫെയിലാണ് ഏറ്റവും മികച്ച സിനിമയായിട്ട് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിലെ അഭിനയത്തിനാണ് വിക്രാന്ത് മാസിയെ മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത്. ഈ 12th ഫെയിലിന്റെ സംവിധായകനാണ് വിനു വിനോദ് ചോപ്ര. ഷാരൂഖ് ഖാനെ ജവാൻ എന്ന സിനിമയിലാണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിൽ മികച്ച നടിയാണ് റാണി മുഖർജി. അപ്പോൾ മികച്ച നടി ആരാണ്? റാണി മുഖർജി മിസസ് ചാറ്റർജി വേഴ്സ് നോർവേ എന്ന സിനിമയിലാണ്. മിസസ് ചാറ്റർജി വേഴ്സ് നോർവേ. അപ്പോൾ മികച്ച നടൻ ആരാണ്? 71ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 മികച്ച നടന്മാരായിട്ട് തിരഞ്ഞെടുത്തത് ഷാരൂഖ് ഖാനെയും വിക്രാന്ത് മാസിയുമാണ്. മികച്ച സിനിമ 12th ഫെയിലാണ്. സംവിധാനം വിനു വിനോദ് ചോപ്ര. മികച്ച നടി ആരാണ്? റാണി മുഖർജിയാണ് മികച്ച നടി. 2025 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ എത്രാമത് സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിച്ചത്? 79ാം സ്വാതന്ത്ര്യ ദിനമാണ്. അപ്പോൾ 2025 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ എത്രാമത് സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിച്ചത്? 79ാം സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിച്ചത്. 2025 ബുക്കർ സമ്മാനത്തിനുള്ള പ്രഥമ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വംശജ ആരാണ്? കിരൺ ദേശായിയാണ്. കിരൺ ദേശായിയാണ് 2025 ബുക്കർ സമ്മാനത്തിനുള്ള പ്രഥമ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വംശജ. നോവൽ ഏതാണ്? നോവൽ ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി. നോവലാണ് ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി. ഇപ്പോൾ 2025 ബുക്കർ സമ്മാനത്തിനുള്ള പ്രഥമ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വംശജയാണ് കിരൺ ദേശായി. നോവൽ ഏതാണ്? ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ്. 2025 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ എത്രാമത് സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിച്ചത്? 79ാം സ്വാതന്ത്ര്യ ദിനമാണ്. 2025 ബുക്കർ സമ്മാനത്തിലുള്ള പ്രഥമ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വംശജ ആരാണ്? കിരൺ ദേശായിയാണ്. ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി ആരുടെ നോവലാണ്? അത് കിരൺ ദേശായിയുടെ നോവലാണ്. 2027 നടക്കുന്ന 39ാമത് നാഷണൽ ഗെയിംസിന് വേദിയാകുന്നത് മേഘാലയയിലാണ്. അപ്പോൾ 2027 നടക്കുന്ന 39ാമത് നാഷണൽ ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ്? മേഘാലയയിലാണ്.
മലയാള സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന പ്രൊഫസർ M.K. സാനു അന്തരിച്ചത് 2025 ഓഗസ്റ്റ് 2-നാണ്. അപ്പോൾ പ്രൊഫസർ M.K. സാനു എന്നാണ് അന്തരിച്ചത്? 2025 ഓഗസ്റ്റ് 2-നാണ്. 2027 നടക്കുന്ന 39ാമത് നാഷണൽ ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ്? മേഘാലയ. അല്ലെങ്കിൽ 39ാമത് നാഷണൽ ഗെയിംസ് എവിടെയാണ്? മേഘാലയയിലാണ്. 2027 നടക്കുന്നത് എത്രാമത് ദേശീയ ഗെയിംസ് ആണ്? നാഷണൽ ഗെയിംസ് ആണ്. 39ാമത് നാഷണൽ ഗെയിംസ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവരെ സംസ്കരിച്ച പുത്തുമലയിലെ ശ്മശാന ഭൂമി അറിയപ്പെടുന്നത്? അപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ഈ ദുരന്തത്തിൽ മരിച്ചവരെ സംസ്കരിച്ച പുത്തുമലയിലെ ശ്മശാനഭൂമി അറിയപ്പെടുന്ന പേരാണ് ജൂലൈ 30 ഹൃദയഭൂമി. ജൂലൈ 30 ഹൃദയഭൂമി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവരെ സംസ്കരിച്ച പുത്തുമലയിലെ ശ്മശാനഭൂമി അറിയപ്പെടുന്ന പേരാണ് ജൂലൈ 30 ഹൃദയഭൂമി. 2025 ചമ്പക്കുളം മൂലം വള്ളംകളി ജേതാക്കളാണ് ചെറുതന പുത്തൻചുണ്ടൻ. ആരാണ്? ചെറുതന പുത്തൻചുണ്ടനാണ് 2025 ചമ്പക്കുളം മൂലം വള്ളംകളി ജേതാക്കൾ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവരെ സംസ്കരിച്ച പുത്തുമലയിലെ ശ്മശാന ഭൂമിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ജൂലൈ 30 ഹൃദയഭൂമി. 2025 ചമ്പക്കുളം മൂലം വള്ളംകളി ജേതാക്കളാണ് ചെറുതന പുത്തൻചുണ്ടൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2025 ജൂലൈയിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ തമിഴ്നാട്ടിലെ കോട്ട ഏതാണ്? ജിൻജി കോട്ട. 2025 ജൂലൈയിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ തമിഴ്നാട്ടിലെ കോട്ടയാണ് ജിൻജി കോട്ട. അപ്പോൾ ജിൻജി കോട്ട ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്ടിലാണ് ജിൻജി കോട്ട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? 2025 ജൂലൈയിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ തമിഴ്നാട്ടിലെ ഒരു കോട്ടയാണ് ഏത്? ജിൻജി കോട്ട. ഇന്ത്യൻ നാവികസേന ഈയിടെ കമ്മീഷൻ ചെയ്ത റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പൽ INS തമാൽ. INS തമാൽ. അപ്പോൾ ഇന്ത്യൻ നാവികസേന ഈയിടെ കമ്മീഷൻ ചെയ്ത റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പലാണേത്? INS തമാൽ. മിഥുന സംക്രാന്തി എന്നും അറിയപ്പെടുന്ന രാജപർബ ഉത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനം ഏത്? ഒഡീഷ. അപ്പോൾ മിഥുന സംക്രാന്തിയുടെ മറ്റൊരു പേരാണേത്? രാജപർബ ഉത്സവം. രാജപർബ ഉത്സവം. ഇത് ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. അപ്പോൾ രാജപർബ ഉത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ. അപ്പോൾ മിഥുന സംക്രാന്തി എന്നും അറിയപ്പെടുന്ന രാജപർബ എന്ന ഉത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. അയൽക്കൂട്ടം അംഗങ്ങളുടെ എണ്ണം 50 ലക്ഷത്തിൽ എത്തിക്കുവാനായിട്ട് ലക്ഷ്യമിടുന്ന കുടുംബശ്രീയുടെ ക്യാമ്പയിനാണ് 50+. അപ്പോൾ അയൽക്കൂട്ടം അംഗങ്ങളുടെ എണ്ണം 50 ലക്ഷത്തിൽ എത്തിക്കുവാനായിട്ട് ലക്ഷ്യമിടുന്ന കുടുംബശ്രീയുടെ ക്യാമ്പയിന്റെ പേരാണ് 50+. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ രാത്രികാല സഫാരി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ലക്നൌവിലാണ്. ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ രാത്രികാല സഫാരി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണേത്? ഗോത്രജീവിക പദ്ധതി. അപ്പോൾ ഗോത്രജീവിക പദ്ധതി എന്താണ്? പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണേത്? ഗോത്രജീവിക പദ്ധതി. ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ ദേശീയ ടൂറിസം നയത്തിന്റെ ഭാഗമാക്കിയ ലോകത്തിലെ തന്നെ ആദ്യത്തെ രാജ്യമാണ് ഭൂട്ടാൻ. അപ്പോൾ ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ ദേശീയ ടൂറിസം നയത്തിന്റെ ഭാഗമാക്കിയ ലോകത്തിലെ തന്നെ ആദ്യത്തെ രാജ്യം ഏതാണ്? ഭൂട്ടാനാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ രാത്രികാല സഫാരി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ലക്നൌവിലാണ്, ഉത്തർപ്രദേശിൽ. പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഗോത്രജീവിക.
ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ ദേശീയ ടൂറിസം നയത്തിന്റെ ഭാഗമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ഭൂട്ടാനാണ്. അപ്പോൾ ഈ പഠിച്ച ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്താണ് ജൂലൈ 30 ഹൃദയഭൂമി? മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവരെ സംസ്കരിച്ച പുത്തുമലയിലെ ശ്മശാന ഭൂമിയാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത്? ജൂലൈ 30 ഹൃദയഭൂമി. 2025 ചമ്പക്കുളം മൂലംവള്ളംകളി ജേതാക്കളാര്? ചെറുതന പുത്തൻചുണ്ടൻ. ഇന്ത്യൻ നാവികസേന കമ്മീഷൻ ചെയ്ത റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പൽ ഏതാണ്? INS തമാൽ. ജിഞ്ചി കോട്ട എവിടെ സ്ഥിതി ചെയ്യുന്നു? തമിഴ്നാട്ടിൽ. 2025 ജൂലൈയിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ തമിഴ്നാട്ടിലെ കോട്ട ഏതാണ്? ജിഞ്ചി കോട്ട. 2025 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ എത്രാമത് സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിച്ചത്? 79ാമത്. ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി ആരുടെ നോവലാണ്? കിരൺ ദേശായിയുടെ നോവലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 ഏറ്റവും മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് ഏതാണ്? 12th ഫെയിൽ ആണ്. മികച്ച നടന്മാർ ആരൊക്കെയാണ്? ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയാണ്. വിക്രാന്ത് മാസിക്ക് ഏത് സിനിമയിലെ അഭിനയത്തിലാണ് ഏറ്റവും മികച്ച ചലച്ചിത്ര നടനായിട്ട് തിരഞ്ഞെടുത്തത്? 12th ഫെയിൽ. ഷാരൂഖ് ഖാൻ ആണെങ്കിൽ ജവാൻ. മികച്ച നടി ആരാണ്? റാണി മുഖർജിയാണ്. 12th ഫെയിലിന്റെ സംവിധായകൻ ആരാണ്? വിനോദ് ചോപ്ര. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രാജപർബ ഉത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനം ഏത്? ഒഡീഷയാണ്. രാജപർബ ഉത്സവം മറ്റേത് പേരിൽ അറിയപ്പെടുന്നു? മിഥുന സംക്രാന്തി. അയൽക്കൂട്ടം അംഗങ്ങളുടെ എണ്ണം 50 ലക്ഷത്തിലെത്തിക്കാൻ ലക്ഷ്യമിടുന്ന കുടുംബശ്രീ ക്യാമ്പയിൻ ഏതാണ്? 50+. അടുത്തിടെ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏത്? ഓസ്ട്രേലിയയാണ്. പേവിഷമുക്തം എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏത്? ഗോവ. 2025 വനിതാ കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീട ജേതാക്കൾ ബ്രസീലാണ്. 2025 ഓഗസ്റ്റിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേന കപ്പലുകൾ ഏതൊക്കെ? INS ഉദയഗിരിയും INS ഹിമഗിരിയുമാണ്. കേരളത്തിലെ ആദ്യത്തെ AI ക്ലാസ്മേറ്റ് റോബോട്ട് ഏതാണ്? മിയ. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 4ാമത് സാഹിത്യ അവാർഡ് ലഭിച്ചത് അംബികാസുധൻ മങ്ങാടിനാണ്. അല്ലോഹരൻ ആരുടെ നോവലാണ്? അംബികാസുധൻ മങ്ങാടിൻ്റെതാണ്. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടി 2025 നടന്നത് എവിടെയാണ്? ചൈനയിലാണ്. ചൈനയിലെ ടിയാൻജിനിലാണ്. എവിടെയാണ്? ചൈനയിലെ ടിയാൻജിനിലാണ്. രാംഗഡ് ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നു? രാജസ്ഥാനിലെ ജയ്പൂരിലാണ് രാംഗഡ് ഡാം സ്ഥിതി ചെയ്യുന്നത്. എന്താണ് പ്രത്യേകത? കൃത്രിമ മഴയുടെ സഹായത്താൽ 20 വർഷത്തിന് ശേഷം പൂർണ്ണമായി നിറയ്ക്കാൻ ഒരുങ്ങുന്ന ഡാമാണേത്? രാംഗഡ് ഡാം. ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു? രാജസ്ഥാനിലെ ജയ്പൂരിൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വ്യക്തി ആരാണ്? അമിത്ഷായാണ്. മുതിർന്ന പൗരന്മാർ നേരിടുന്ന പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സമഗ്ര പദ്ധതിയാണേത്? വയോരക്ഷാ പദ്ധതി. നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സാംസ്കാരിക വകുപ്പിന്റെ PK കാളൻ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാനാണ്. അദ്ദേഹം തെയ്യം കലാകാരനാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉന്മൂല ഭീഷണി നേരിടുന്ന തെക്കൻ ദ്വീപ് രാജ്യം വനൗതു. സ്കൂഫെ പദ്ധതി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് ഇത് സ്കൂഫെ പദ്ധതി. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് ലഘു ഭക്ഷണവും ഊണും ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണേത് സ്കൂഫെ പദ്ധതി. അതിക്രമങ്ങൾക്കിരയാവുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി ഏത്? സ്നേഹിത. അപ്പോൾ പേവിഷമുക്തം എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഗോവ. മലയാള സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന പ്രൊഫസർ MK സാനു അന്തരിച്ചതെന്നാണ്? 2025 ഓഗസ്റ്റ് 2-നാണ്. 2027 നടക്കുന്ന 39ാമത് നാഷണൽ ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ്? മേഘാലയയിലാണ്. 2025 ചമ്പക്കുളം മൂലംവള്ളംകളി ജേതാക്കൾ ചെറുതന പുത്തൻചുണ്ടൻ. ഇന്ത്യൻ നാവികസേന കമ്മീഷൻ ചെയ്ത റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പൽ INS തമാൽ. ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ ദേശീയ ടൂറിസം നയത്തിന്റെ ഭാഗമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഭൂട്ടാനാണ്. പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതി ഏത്? ഗോത്ര ജീവിക പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ രാത്രികാല സഫാരി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.